ദൈവത്തിന്റെ പരിശുദ്ധ നാമം ഇന്ന് രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ കുടുംബമായി കർത്താവരെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം ഞാൻ വന്ദനം ചെയ്യുന്നു. ഈ മീറ്റിംഗിൽ ഭാഗവാക്കായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഞാൻ അല്പ ശാരീരിക ക്ലേശത്തിലൊക്കെയാണ്. എനിക്ക് ശബ്ദം വേണ്ടവണ്ണം എടുക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ചില ദിവസങ്ങളായി എൻ്റെ വൈഫ് ന്യൂമോണിയ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഈ വർഷം രണ്ടാമത്തെ പ്രാവശ്യമാണ്. ജനുവരി 1-ാം തീയതി 10 ദിവസം അഡ്മിറ്റായി, പിന്നെ ഫെബ്രുവരി 13-ാം തീയതി ആയി. ഇപ്പോൾ ഇന്നലെയും അല്പ പ്രയാസത്തിലാണ്. അങ്ങനെ ന്യൂമോണിയ എന്നത് മാറാതെ നിന്നാൽ അതൊരു വലിയ പ്രശ്നമുള്ള കാര്യമാണ്. എങ്കിലും ദൈവം ഇത്രത്തോളം നടത്തുന്നു. ദൈവത്തിന്റെ കരുണയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്തു. നിങ്ങളുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ പ്രാർത്ഥനയെ ഞാൻ ആദ്യമായി ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ചില ദിവസങ്ങളായി ഞാൻ ഉപവാസത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു. കൃപയാൽ ദൈവം ഇത്രത്തോളം നിർത്തി, അതുകൊണ്ട് നിന്നു എന്ന് മാത്രമേ അവകാശപ്പെടാനുള്ളൂ. സകല മഹത്വവും കർത്താവിനെ കരയേറ്റുന്നു. ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിന്ന് ചിന്തിക്കുകയായിരുന്നു. ലാസ്റ്റ് ആ പാട്ട് പാടിയപ്പോൾ ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്ന ആ ചിന്തയുമായിട്ട് ഒത്തുപോകുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം നിത്യജീവനെ കുറിച്ച് തന്നെയാണ് ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ ദൈവവചനത്തിലേക്ക് കടക്കാം. ഇപ്പോ ലോകം മുഴുവൻ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. യുദ്ധം, മറ്റു കാര്യങ്ങൾ. ഞാൻ അതിന്റെ വിശദീകരണങ്ങളൊന്നും നടത്താനല്ല ആഗ്രഹിക്കുന്നത്. എന്നാൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ദൈവത്തിന്റെ പ്രത്യേക പദ്ധതിയാൽ നമ്മെ ആക്കി വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ ഭാഗമാക്കാകാൻ നമുക്ക് അവസരം ലഭിച്ചത്. പ്രൈസ് ദി ലോർഡ്. നമ്മളിൽ പലരും ചിന്തിക്കാത്ത ഒരു കാര്യമാണ്, നമ്മൾ ജനിക്കുമ്പോൾ നമ്മിലേക്ക് ആത്മാവ് വരുന്നത് എപ്പോഴാണ്? നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്, അഭിഷേകം പ്രാപിച്ചവരാണ്, കർത്താവിന്റെ വരവെങ്കിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, അതിനുവേണ്ടി കാത്തിരിക്കുന്നവരാണ്. എന്നാൽ നമ്മിലേക്ക് ആത്മാവ് വരുന്നത് എപ്പോഴാണ്? മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് ജനനം കിട്ടുന്ന സമയത്ത് ദൈവം നിശ്ചയിച്ച ഒരാത്മാവിനെ ആ ഒരു ജനനത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ, ആദാമിനെ ദൈവം സൃഷ്ടിച്ചപ്പോ ഈ ലോകത്തിൽ ഇന്നുവരെ ജനിച്ചതും ഇനി ജനിക്കാനിരിക്കുന്നതുമായ സകല മനുഷ്യരുടെയും ആത്മാക്കളെയും കൂടി ഒന്നിച്ച് എൻക്ലോസ് ചെയ്താണ് ആദാമിനെ ദൈവം സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ആദാം പാപം ചെയ്തപ്പോ ഞാനും നിങ്ങളും പാപികളായത്. അപ്പോ ഇനിയും വരാനിരിക്കുന്ന ആ ജനവും ഈ ഒരു ലിങ്കിലുള്ളതാണ്. അപ്പൊ ദൈവം പ്രത്യേകാൽ നിർമ്മിച്ചിരിക്കുന്ന ആത്മാവിനെ അതാത് സമയത്ത് നമ്മൾ ജനിച്ചപ്പോ, നമുക്കൊരു ജന്മം കിട്ടിയപ്പോ, നമ്മൾ ഈ പ്രത്യേക ദൈവ പ്രോഗ്രാമിലാകേണ്ടതിന് ദൈവം നേരത്തെ നിശ്ചയിച്ച സമയത്ത് നമ്മൾ എവിടെ ജനിച്ചു, എവിടെ വളർന്നു എന്നൊരു പ്രത്യേകതയില്ല. ദൈവത്തിന്റെ പ്രോഗ്രാമിനായി നമ്മളെ ഈ ഭൂമിയിലാക്കി വെച്ചു എന്ന ഒരു സത്യം നാം തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് വേണ്ട ലക്ഷ്യമെന്ന് പറഞ്ഞാൽ എന്താണ് എന്നെക്കുറിച്ചുള്ള ദൈവ പദ്ധതി എന്ന് വ്യക്തമായ ഒരു ധാരണ ലഭിക്കേണ്ടതിന് തമ്പുരാന്റെ സന്നിധിയിൽ എപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ഒരു വെളിപ്പാട് എപ്പോഴും ദൈവം മുന്നമേ തരണമെന്നില്ല. കാരണം ദൈവത്തിന്റെ പ്രോഗ്രാമിലുള്ള കാര്യങ്ങളെല്ലാം വെളിപ്പെടണമെന്നുമില്ല. എന്താണ് അതിന് കാരണം? കാരണം നാം ദൈവത്തിന്റെ പ്രോഗ്രാമിലാണ് ആ കാര്യങ്ങളൊക്കെ വെളിപ്പെടുന്നതെങ്കിൽ അത് അറിയുന്ന ഒരു അന്ധകാര ശക്തിയുണ്ട്. അവൻ അതിനോട് ശക്തമായി വെല്ലുവിളിക്കും. അപ്പൊ ആ ശക്തമായ വെല്ലുവിളിയെ അതിജീവിക്കാനുള്ള ആത്മീയ പക്വത നമുക്കില്ലെങ്കിൽ നമ്മുടെ ഭാവിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം വെളിപ്പെടുത്തണമെന്നില്ല. കാരണം ദൈവിക പ്രോഗ്രാമിനോട് എന്നും വെല്ലുവിളിയുണ്ട്. അതുകൊണ്ട് ഓരോ ദിവസവും ആത്മീയ പക്വത പ്രാപിക്കുക എന്നുള്ളത് എൻ്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. നാം മരിക്കുന്നത് വരെയും
ദൈവത്തിന്റെ പ്രോഗ്രാമിലാണ്. സ്തോത്രം. പ്രായമായതുകൊണ്ടോ പ്രായം കുറഞ്ഞതുകൊണ്ടോ ഒന്നും പ്രത്യേകതയൊന്നുമില്ല. ദൈവത്തിന്റെ പ്രോഗ്രാമിലാണെങ്കിൽ നമ്മുടെ ജീവൻ ഈ ഭൂമിയിൽ നിന്ന് മാറുന്നത് വരെ നമുക്ക് ദൈവത്തിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുവാൻ ദൈവം പുതിയ പുതിയ പദ്ധതികൾ നമുക്ക് ഒരുക്കി നമ്മെ ഉപയോഗിക്കും എന്ന് നാം തിരിച്ചറിയണം. ഒരു കാര്യം നാം അറിയണം, ദൈവത്തിന്റെ അത്യന്ത ശക്തി നമ്മുടെ മേലില്ലെങ്കിൽ സ്തോത്രം നമുക്ക് ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയില്ല. രക്തത്താഴ കർത്താവിന്റെ അടുക്കൽ തന്റെ ദാസന്മാർ അല്ലെങ്കിൽ ശിഷ്യന്മാര് ചോദിച്ചു, കർത്താവ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് നമുക്കറിയാം. ലൂക്കോസ് 11-ാം അധ്യായത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന പഠിപ്പിച്ചു. എന്നാൽ ആ പ്രാർത്ഥന പഠിപ്പിച്ചിട്ട് കർത്താവ് അവരെ പ്രാർത്ഥനയുടെ ഇന്റൻഷൻ എന്തായിരിക്കണമെന്ന് വ്യക്തമായ ഒരു ഉദാഹരണത്തിലൂടെ ബോധ്യപ്പെടുത്തി. രാത്രിയിൽ ഒരു സ്നേഹിതൻ മറ്റൊരു സ്നേഹിതന്റെ വീട്ടിലേക്ക് വിരുന്നു വരുന്നു. ആ സ്നേഹിതന് കൊടുക്കുവാൻ ഭക്ഷണമില്ലായിരുന്നു. എന്നാൽ അദ്ദേഹം തന്റെ മറ്റൊരു സ്നേഹിതന്റെ അടുക്കൽ പോയി 3 അപ്പം വായ്പ ചോദിക്കുന്നു. ആ വായ്പ ചോദിക്കുമ്പോൾ താൻ ഒരുപാട് തടസ്സങ്ങൾ പറയുന്നു. ഈ പറയുന്ന തടസ്സങ്ങളൊന്നും താൻ മുഖവിലേക്കെടുക്കാതെ വീണ്ടും വീണ്ടും ലജ്ജ കൂടാതെ അപേക്ഷിക്കുമ്പോൾ സ്നേഹിതനായതുകൊണ്ട് വേണ്ടുവോളം എടുത്തു കൊടുക്കുന്നു എന്ന് പറയുന്നു. എന്നിട്ട് കർത്താവ് ഒരു തിയറി പഠിപ്പിക്കുകയാണ്. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, മുട്ടുവീൻ എന്നാൽ തുറക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും. അപ്പൊ ഈ തിയറി പഠിപ്പിച്ചിട്ട് അത് കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് കർത്താവ് വിശാലമായി പഠിപ്പിക്കുകയാണ്. സ്തോത്രം. ഒരു മകന് അപ്പനോട് അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? മീനിനെ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ അതേ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് അതേ തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും. സ്തോത്രം. അപ്പോ ആ ഒരു തിയറി പഠിപ്പിക്കുമ്പോ സ്തോത്രം അതിനകത്തെ ഒരു പദപ്രയോഗം മാത്രം പറഞ്ഞിട്ട് ഞാൻ ദൈവവചനത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുക. നോക്കണം, കർത്താവിന്റെ കൂടെ ഇറങ്ങിയ ഈ ശിഷ്യന്മാര് അവർ ഇറങ്ങി തിരിച്ച സമയം മുതൽ ഈ കാര്യങ്ങൾ പറയുന്നത് വരെയും മറ്റ് യാതൊരു കാര്യങ്ങളിൽ ഇടപെട്ടവരല്ല, മറ്റ് യാതൊരു സൈഡ് ബിസിനസ്സിന് പോയവരല്ല. കർത്താവിന്റെ കൂടെ ഊണും തീറ്റി ഉറക്കവും സകല ചരാചരങ്ങളെല്ലാം അവിടെ തന്നെയാണ്, തന്റെ ചലനങ്ങളെല്ലാം അവിടെ തന്നെയാണ്. മറ്റ് യാതൊരു കാര്യങ്ങൾക്കും ഇടപെടാതെ വണ്ണം അവരങ്ങനെ കർത്താവിന്റെ കൂടെ നിൽക്കുക. അപ്പോ ആ കർത്താവ് സ്തോത്രം ഇവരോട് പറയുക, ദോഷികളായ നിങ്ങൾ വരുന്ന ദോഷമാ ചെയ്തേ. സ്തോത്രം. ആ വാക്കിന് ഉപയോഗിക്കുന്ന വാക്ക് ഈവിളെന്നാണ്. അപ്പൊ ഈവിളെന്ന വാക്കിന്റെ അർത്ഥമൊക്കെ നമുക്കറിയാം. എന്നാൽ അത് തിന്മയെന്നോ പൈശാചിയെന്നോ ഒക്കെ നമുക്ക് വ്യാഖ്യാനിക്കാം. എന്നാൽ അതിന് നല്ലൊരു വ്യാഖ്യാനം ദൈവദാസൻ കൊടുത്തിട്ടുണ്ട്. സ്ട്രോങ് എന്ന ഗ്രീക്ക് പണ്ഡിതൻ അദ്ദേഹം പറയുന്നത് ഇൻഎവിറ്റബിൾ അഗണി ദാറ്റ് ഓൾവേസ് ഗോ വിത്ത് ഈവിൾ. അതായത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വേദനകൾ, സങ്കടങ്ങൾ, കൈപ്പേറിയ അനുഭവങ്ങൾ നമ്മുടെ അബോധ മനസ്സിൽ അടിഞ്ഞുകൂടിയാൽ it will access to Satan. പിശാചിന് കയറി വരാനുള്ള വഴിയായത് തുറക്കപ്പെടും. ഇന്ന് രാത്രി എത്ര പേര് സ്തോത്രം ചെയ്യും? നമുക്ക് ഒഴിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ വരും. ചില കാര്യങ്ങൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ല. നമ്മൾ ആവശ്യപ്പെട്ടിട്ടല്ല ചില വിഷയങ്ങൾ വരുന്നത്, നമ്മൾ അങ്ങോട്ട് പ്രശ്നത്തിന് പോയിട്ടല്ല വരുന്നത്. ഇങ്ങനെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില വിഷയങ്ങൾ കടന്നു വന്ന് നമ്മളെ വേദനപ്പെടുത്തി, നമ്മുടെ അന്തരാത്മാവിൽ അതിങ്ങനെ മുറിപ്പെടുത്തി அதை തകർത്ത് നമ്മളെ ഉടച്ചു കളയുമ്പോൾ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറാതെ വണ്ണം നാം ക്ഷമിച്ചു എന്ന് പറയുമ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് പോകാതെ വണ്ണം അവിടെ കിടന്നാൽ അത് പിശാചിന് കയറി വരാനുള്ള വഴിയാണെന്ന സത്യം നാം തിരിച്ചറിയണം. ഇന്ന് രാത്രി ദൈവമക്കളെ, അന്ധകാര ശക്തികളുടെ തന്ത്രം അതാണ്. നമ്മളെ എവിടെ പൂട്ടാം, എവിടെ നമ്മളെ ഒതുക്കാം, നമ്മുടെ പദ്ധതി എവിടെ തകർക്കാം, നിന്റെ ശുശ്രൂഷ എവിടെ തകർക്കാം, നിന്റെ ആത്മീയ അനുഭവങ്ങൾ എവിടെ ഇല്ലാതാക്കാം എന്നത് ആലോചിച്ച് അവൻ രഹസ്യമായി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഉപബോധ മനസ്സിനകത്ത് ഇത്തരം ചില സാധനങ്ങൾ കൊണ്ടിട്ട് കൈപ്പേറിയ മണ്ഡലങ്ങളിൽ നമ്മെ തളച്ചിടുമ്പോൾ ഇന്ന് രാത്രി തിരിച്ചറിയണം, ആത്മാവിൽ ദൈവവചനത്താൽ നമ്മുടെ അകത്തൊരു കഴുകൽ പ്രാപിപ്പാൻ, അകത്തൊരു ശുദ്ധീകരണം പ്രാപിപ്പാൻ നാം തയ്യാറാണ്
ണെങ്കിൽ അടുത്ത ദൈവം നമ്മോട് പറഞ്ഞ വാഗ്ദത്തമുണ്ട്. പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം തരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ആ അധികം പ്രാപിപ്പാൻ? ഇവിടെ ഇരിക്കുന്ന പലരും, ചിലർ പ്രായമുള്ള മുഖങ്ങളാണ്. എനിക്ക് 63 വയസ്സായിട്ടുണ്ട്, സ്തോത്രം. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഹല്ലേലൂയ, എന്നിലേക്ക് ദൈവം പകരാൻ ആഗ്രഹിച്ചതിന്റെ അത് കൊണിശം പോലും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാളെ അല്ലെങ്കിൽ മറ്റൊരു ദിവസം ഇരട്ടി ഇരട്ടി ശക്തിയോടെ പ്രയോജനപ്പെടുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, എങ്ങനെയാണ് ഈ പവർ നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നത്? നമുക്കറിയാം, ഹല്ലേലൂയ, പ്രായം കൂടിയോണ്ട് കൃപ കുറയണമെന്നില്ല, സ്തോത്രം. ചില സാഹചര്യങ്ങൾ വന്നുകൊണ്ട് നമ്മുടെ കൃപ ചോരണമെന്നുമില്ല. ഇന്ന് രാത്രിയിൽ നമ്മുടെ അകത്ത് അതിനോടൊരു അഭിവാഞ്ചയുണ്ടെങ്കിൽ, ഒരാഗ്രഹമുണ്ടെങ്കിൽ, ഒരു സമർപ്പണമുണ്ടെങ്കിൽ, ദൈവവൈദ്യത്തിലെ നീ കാല് കുത്തുന്നിടത്ത് അന്ധകാര ശക്തി വിറയ്ക്കാൻ തുടങ്ങും. നീ നിന്റെ ശബ്ദം കേൾക്കുന്നിടത്ത് പിശാച് ആടി ഉലയാൻ തുടങ്ങും. ഇന്ന് രാത്രി ആ ശക്തി നമുക്ക് വേണമെങ്കിൽ 1-2 കാര്യങ്ങൾ നമുക്ക് നോക്കിയിട്ട് ഞാൻ വരാം. സ്തോത്രം. അതായത് കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനെ എത്രയധികം തരും. ഈ പരിശുദ്ധാത്മാവിനെ എങ്ങനെ അധികം കിട്ടുന്നത്? ത്രിയേകത്വത്തിലെ ഒരു വ്യക്തിത്വമാണല്ലോ പരിശുദ്ധാത്മാവ്. ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തോട് ചോദിച്ചു, കർത്താവ്, ഈ പരിശുദ്ധാത്മാവിനെ എങ്ങനെയാണ് അധികം കിട്ടുന്നത്? ദൈവത്തോട് തുലനം ചെയ്യാൻ ലോകത്തിലെ യാതൊരു വസ്തുതകളും സാധ്യമല്ല എന്ന് നമുക്കറിയാം. എങ്കിലും അതെ, ദൈവം എന്നോട് എന്നെ കാണിച്ചു തന്നൊരു കാര്യം, നമ്മുടെ വീട്ടിലൊക്കെ ഇലക്ട്രിസിറ്റി സാധാരണ വീട്ടിൽ 230 വോൾട്ടിന്റെ ഇലക്ട്രിസിറ്റി, അത് സിംഗിൾ ഫേസ് കണക്ഷൻ ആണ്. അതിനനുസരിച്ച് വയറിംഗ് ഒക്കെ ചെയ്താൽ മതി. എന്നാൽ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. 440 വോൾട്ട് എന്ന 3 ഫേസ് ഉണ്ട്. അതിനനുസരിച്ചുള്ള വയറിംഗ് വേണം. അത് വേറെ പവറാണ്. 440 അതിന്റെ വോൾട്ട്. ഇനിയും ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ 3 ഫേസ് മാത്രമല്ല, 11 kV ഉണ്ട്. ഏരിയ മുഴുവൻ പ്രകാശിപ്പിക്കാൻ കഴിയുന്ന 11 kV ലൈനുണ്ട്. 11,000 വോൾട്ടാണ്. ഇനി ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് തീരുന്നില്ല. നമ്മുടെ കേരളത്തിലെ ഇലക്ട്രിസിറ്റിയുടെ പ്രൊഡക്ഷൻ ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അത് 110 kV ആണ്. 110 kV എന്ന് പറയുമ്പോൾ 1,10,000 വോൾട്ടാണ്. ഈ 1,10,000 വോൾട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് അങ്ങനെ ഇങ്ങോട്ട് അയച്ചാൽ ഇത് ഇവിടെ എത്തത്തില്ല. കാരണം ഇതിന് റെസിസ്റ്റിംഗ് ഉണ്ട്. അത് ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ചോർന്നു പോകും. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഇതിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യും. ഏതാണ്ട് 660 kV വരെ ഓരോ സ്റ്റേഷന്റെ അനുസരിച്ച് പവർ, അതിനനുസരിച്ച് സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ ഒക്കെ ചെയ്യും. അപ്പൊ ഇതിന് 660 kV എന്ന് പറയുമ്പോൾ 6,60,000 വോൾട്ട് ആയിട്ട് നിങ്ങൾ ഉയർത്തും. എന്നിട്ട് ഇങ്ങോട്ട് വിടും. നിങ്ങൾ നോക്കിയേ, ഈ 230 വോൾട്ട് നമ്മുടെ വീട്ടിലെ സിംഗിൾ ഫേസിൽ സാധാരണ വേണേ കൈയൊക്കെ തൊട്ട് നല്ല ഇൻസുലേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ദേഹത്ത് വേണേ ടെസ്റ്റർ കത്തിക്കാം. പക്ഷേ ഈ 660 വോൾട്ട് വരുമ്പോ ആ വരുന്ന കമ്പിയുടെ 1 മീറ്റർ 1.5 മീറ്റർ ചുറ്റളവിൽ there will be form inducing ഫ്ലക്സ് എന്ന് പറയും, ഇൻഡ്യൂസിങ് കറണ്ട്. അവിടെ 1 മീറ്റർ 1.5 മീറ്റർ ചുറ്റളവിൽ കറണ്ട് ഇങ്ങനെ വ്യാപരിക്കും. അതിന്റെ ഒരു പവർ നമുക്കൊരു മൂളലായിട്ടൊക്കെ കേൾക്കാം. സ്തോത്രം. ദൈവമക്കളെ, ഏതാ നമുക്ക് വേണ്ടത് എന്ന് രാത്രി ചിന്തിക്ക്. ഹല്ലേലൂയ. അന്ധകാര ശക്തിയോ ആഭിചാരകനോ വെല്ലുവിളിയോ നിന്റെ അടുക്ക വരുമ്പോ കരിഞ്ഞു പോകുന്ന ഒരു പവർ നിന്റെ മേൽ പകരുവാൻ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി എത്ര പേർക്ക് അതിന് വാഞ്ചയുണ്ട്? അതിന് വാഞ്ചയുള്ളവർ തമ്പുരാന്റെ സന്നിധിയിൽ അതേ സമയം വേറിട്ടിരുന്ന് ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവവചന ധ്യാനത്തോടും അടുത്ത് ചെല്ലുമെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അതെ, ഈ അന്ധകാരത്തിന്റെ പദ്ധതികളെ തകർത്തുടയ്ക്കുന്ന നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ പലരും ആത്മശുശ്രൂഷ ശക്തമായ മണ്ഡലത്തിൽ നിന്നിട്ടെന്ന് വേണ്ടവണ്ണം പ്രയോജനപ്പെടാൻ കഴിയാതെ വണ്ണം ഒരു താളത്തിലങ്ങ് പോകുന്ന അനുഭവങ്ങളുണ്ട്. അന്ന് പ്രാപിച്ച അനുഭവങ്ങളെ അതേ വീണ്ടും ശക്തിപ്പെടുത്താൻ കഴിയാതെ വണ്ണം അതേ ഒഴുക്കിനനുസരിച്ച് ഒഴുകിപ്പോകുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒഴുക്കിനെതിരെ നീന്താനാ, വെല്ലുവിളികളെ തരണം ചെയ്യാനാ, പ്രതിസന്ധികളെ തച്ചുടയ്ക്കാനാ, ആഭിചാരങ്ങളുടെ മേൽ ജയമെടുക്കുവാനാ, അന്ധകാര ശക്തികളെ ഹല്ലേലൂയ തകർത്തുടയ്ക്കുന്ന ഒരു പവർ നമ്മുടെ മേലുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഒരു നൂറ്റാണ്ട് നിന്നെ തൊടാൻ കഴിയില്ല. അത് ഈ ദിവസങ്ങളിൽ ഒരു പുത്തൻ ശക്തി പ്രാപിച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ അതേ കൃപകളും കൃപാവരങ്ങളിൽ പ്രയോജനപ്പെടുവാൻ കാഹളം ധരിക്കുമ്പോൾ കർത്താവിനോടൊപ്പം ആകുവാൻ ദൈവം നമുക്ക് കൃപ തരുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. രാത്രിയിലെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവൻ അവകാശിയായി തീരുവാൻ എന്തു ചെയ്യണം എന്നവനെ പരീക്ഷിച്ചു ചോദിച്ചു.
അവൻ അവനോട്, ന്യായപ്രമാണത്തിൽ എന്തെഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന് അവൻ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ പോലെ സ്നേഹിക്കണമെന്നും തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. അവനവനോട്, നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കൂ എന്ന് പറഞ്ഞു. അവൻ തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട്, എൻ്റെ കൂട്ടുകാരനാർ എന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞത് പിന്നെ ശമരിയക്കാരന്റെ ഉപമയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ടു ഫോൾഡ് ലിവിങ് സ്റ്റൈൽ ക്രിസ്ത്യൻ ലൈഫ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് ബന്ധം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ സഹജീവികളോടും ബന്ധമുണ്ടെങ്കിൽ നിത്യജീവന് അവകാശിയാകാൻ സാധിക്കൂ എന്ന ഒരു മെസ്സേജാണ് ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ചിലര് ദൈവമായി ശക്തമായ ബന്ധത്തിലാണ്. പ്രാർത്ഥനാ ജീവിതമുണ്ട്, വചനധ്യാനമുണ്ട്, ആത്മീയമായ സകല അന്യഭാഷകളാൽ നിറഞ്ഞവരും സകല അനുഭവങ്ങളും പ്രാപിച്ചവർ. പക്ഷേ സഹജീവികളോട്, വീട്ടിലുള്ളവരോട് തന്നെ, ബന്ധുക്കളോട്, ചാർച്ചക്കാരോട് ഒരുപക്ഷെ വേണ്ടവണ്ണം സ്നേഹത്തിന്റെ അനുഭവങ്ങൾ, നമ്മുടെ മാതൃകകളൊന്നും കാണിക്കാൻ കഴിയാതെ ചില ഭാഗങ്ങൾക്കൊക്കെ കെട്ടപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നു എനിക്ക് ദൈവത്തോട് ഭയങ്കര ബന്ധമുണ്ട്. പക്ഷെ നിത്യജീവൻ എന്ന കൺസെപ്റ്റ് ദൈവത്തോട് മാത്രം ബന്ധം പോരാ, സഹജീവികളോടും നാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നാം നമ്മെ സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കണമെന്ന ഒരു ദൈവവചനമാണ് നിത്യജീവന്റെ പിന്നിലുള്ളത്. ഇപ്പൊ ഇവിടെ സ്തോത്രം, ഈ ന്യായശാസ്ത്രി ഇത്തരം ചോദ്യവുമായി വരാൻ ഒരു കാരണമുണ്ട്. സ്തോത്രം. ഈ 10-ാം അധ്യായം തുടങ്ങുമ്പോ കർത്താവ് ഒരു 70 പേരെ ചേർത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഈ രണ്ട് പേരെ സുവിശേഷ വേലയ്ക്കായിട്ട് പറഞ്ഞു വിട്ടു. അപ്പൊ ഈ 70 പേരുടെ കണക്കെന്ന് പറയുന്ന ഇസ്രായേൽ ജനത്തിന് നല്ല പരിചയമുള്ളതാണ്. കാരണം അവരുടെ പഴയ മോശയുടെ കാലം തൊട്ട് 70 പേരുടെ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിന് പ്രത്യേകതയുണ്ടായിരുന്നു. ആ തെരഞ്ഞെടുത്തപ്പോ ദൈവം ആ പരിശുദ്ധാത്മാവിനെ മോശയുടെ മേൽ പകർന്നിരുന്നതിനെ, ആ അധികാരത്തെ, അനുഭവങ്ങളെയും ഈ 70 പേരുടെ മേൽ പകർന്നു കൊടുത്ത അനുഭവങ്ങളുണ്ട്. അതിൽ 2 പേരെന്ന് ആ കൂട്ടത്തിൽ വരാതിരുന്നപ്പോ അവര് പാളയത്തിൽ കിടന്ന് പ്രവചിച്ച അനുഭവങ്ങൾ നമുക്കുണ്ട്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ 70 പേരുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ ഒരു പ്രത്യേകതയുള്ള ഒരു സംഖ്യയാണ്. പ്രത്യേകിച്ച് അവരുടെ സന്നിധി സംഘം 70 പേരാണ്. അങ്ങനെ 70 പേരെന്നുള്ളത് ഒരു പ്രത്യേക കണക്കാണ് ദൈവസന്നിധിയിൽ. സ്തോത്രം. അപ്പൊ യേശു കർത്താവ് എന്ത് ചെയ്തു? 70 പേരെ തെരഞ്ഞെടുത്തിട്ട് ഈ 2 പേരെ വീതം സുവിശേഷ വേലയ്ക്കായി പറഞ്ഞു വിട്ടു. സ്തോത്രം. അങ്ങനെ പറഞ്ഞു വിടുമ്പോ ഇവരോട് പറഞ്ഞു വിട്ട ദൂതാണ് ഈ ന്യായശാസ്ത്രിയെ പൊള്ളിച്ചത്. അദ്ദേഹം യേശു പറഞ്ഞു വിട്ടത് എന്താ? സ്തോത്രം, വേലക്കാര് ചുരുക്കമാണ്. സ്തോത്രം. കാരണം പരീശന്മാര്, ശാസ്ത്രിമാരും അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളും അവരാണ് അവിടുത്തെ വലിയ വേലക്കാരൻ. അവരാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അവരാണ് പുസ്തകം പരിഭാഷപ്പെടുത്തുന്നത്. അവരാണ് ശുശ്രൂഷയുടെ മുഴുവൻ നേതൃത്വം വഹിക്കുന്നത്. ദൈവത്തിന് നേരിട്ടുള്ള അവകാശികളും അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന അധികാരികളുമാണ്. ഞങ്ങളല്ലാതെ വേറെ ആരാ ഇവിടെ വേലക്കാര്? സ്വതന്ത്രം. അവ കർത്താവ് പറഞ്ഞു വിടുക, വേലക്കാര് ചുരുക്കം. അവരിഷ്ടംപോലെ ആളുകളുണ്ട്. പക്ഷേ കർത്താവ് പറയുക, വേല ചെയ്യുന്നവര് ചുരുക്കം. സ്തോത്രം. അപ്പോ അത്രത്തോളം വലിയ പ്രയാസമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഇത്തരം ഡയലോഗുകൾ ഈ ന്യായശാസ്ത്രിയെ ചൊടിപ്പിച്ച് കാണും. പ്രൈസ് ദി ലോർഡ്. കൂടാതെ കർത്താവ് പറഞ്ഞു, എന്താ, നിങ്ങൾ ജാതിയുടെ ഇടയിലേക്കും പോകണ്ട, കാണാതെ ഇസ്രായേലിന്റെ ഇടയിലോട്ട് പോയാൽ മതി. അപ്പൊ പിന്നെ കുറച്ചുകൂടെ അതിന് ഇമ്പാക്റ്റ് ഉണ്ട്. കാരണം ഇസ്രായേലിന്റെ ഇടയിൽ വേലക്കാർ ഞങ്ങളാ. അപ്പൊ ഞങ്ങളെ ഇത്രത്തോളം കൊച്ചാക്കുന്ന ഈ ഒരു സംഭാഷണം സുഖകരമായിരുന്നില്ല ഈ ന്യായശാസ്ത്രിക്ക്. അടുത്ത ഡയലോഗ്
കേൾക്കാമോ? ഇടയ്ക്ക് ഡിസ്കണക്ട് ആയെന്ന് തോന്നുന്നു. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ നിങ്ങൾ അയക്കുന്നു. അതുകൂടെ കേട്ടപ്പം ന്യായശാസ്ത്രി ഇച്ചിരൂടെ പൊള്ളി കാണും. കാരണം ഞങ്ങളുടെ ഇടയിലോട്ട് അയക്കാൻ പറഞ്ഞിട്ട് ഞങ്ങളെ സംബോധന ചെയ്യുന്ന ഡയലോഗ്. അടുത്തത് സ്തോത്രം, സഞ്ചിയും പൊക്കണമൊന്നും എടുക്കരുത്, വെറും കയ്യോടെ പോകണം. ഇവരാണ് എങ്ങനാണോ? ഇവരങ്ങനെ എവിടെങ്കിലും പ്രോഗ്രാം സെറ്റ് ചെയ്താൽ അവർക്ക് മുത്താഴം വേണം, അത്താഴം വേണം, പ്രധാന സീറ്റ് വേണം, എല്ലാ കാര്യങ്ങളും വലിയ ക്രമീകരണം വേണം. അങ്ങനെ ഈ ജനത്തെ പഠിപ്പിച്ച് ഈ ജനത്തെ ചൂഷണം ചെയ്ത് മാക്സിമം എക്സ്പ്ലോയിറ്റേഷനിൽ ജീവിക്കുന്ന ഒരു സമൂഹം. അവരുടെ ആ ശുശ്രൂഷയുടെ മുഴുവൻ അടിവേരി വെട്ടുന്ന ഒരു ശുശ്രൂഷയാ കർത്താവ് കൊണ്ട് പറഞ്ഞു വിടുന്നത്. സ്വത്രം, പൊക്കണമൊന്നും എടുക്കരുത്, സഞ്ചിയൊന്നും എടുക്കരുത്. കാരണം ഇവർക്ക് എന്ത് കിട്ടും? നമുക്കറിയാം, കർത്താവിന്റെ കൂടെ വന്ന ശിഷ്യന്മാർ പോലും ചോദിച്ച ചോദ്യമാണ്, ഞങ്ങൾക്ക് എന്നാ കിട്ടും നിന്റെ കൂടെ ഇറങ്ങി വന്നിട്ട്? അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡുള്ള ഈ സമൂഹത്തിന്റെ ഇടയിൽ ചോദിക്കുക, സ്വത്രം, സഞ്ചിയും പൊക്കണമൊന്നും എടുക്കരുത്. അടുത്തത്, തരുന്നത് ഭക്ഷിച്ചോണം. സ്വത്രം, നിങ്ങൾക്ക് വല്ലതും കിട്ടുന്നത് ഭക്ഷിച്ചോണം. അല്ല, അവരുടെ രീതി അതല്ല. സ്വത്രം, എവിടെങ്കിലും മുത്താഴോ അത്താഴോ വെച്ച് കഴിഞ്ഞാൽ അവര് ചോദിക്കുന്ന മെനു ഒക്കെ ഉണ്ടാക്കി അവർക്ക് വേണ്ട ക്രമീകരണം ചെയ്ത്. അറിയാം, നമ്മുടെ ഇടയിൽ ചില വലിയ പുള്ളികളൊക്കെ ഉണ്ടായിരുന്നു. അവര് ചോദിക്കുന്ന മെനു കൊടുത്തില്ലേ പിന്നെ കണ്ണിലോട്ട് ഒഴിക്കാനും ഒക്കെ പറഞ്ഞ ഒരുപാട് ആളുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ മെനു ഉണ്ടാക്കി പ്രത്യേക പദ്ധതി ഉണ്ടാക്കി അല്ല, ദൈവത്തിന്റെ പ്രോഗ്രാം എന്ന് സ്വർഗത്തിലെ ദൈവം വ്യക്തമായി പഠിപ്പിക്കുക. അപ്പോ ഈ ന്യായശാസ്ത്രിക്ക് ഇതെല്ലാം കേട്ടിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സ്തോത്രം, തരുന്നത് ഭക്ഷിച്ചോണം. ഹല്ലേലൂയ. തരുന്നത് ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും പോയി ശുശ്രൂഷിച്ചിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ബീഹാറിൽ 6 വർഷം താമസിച്ച് ശുശ്രൂഷിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഛത്തീസ്ഗഡിൽ ചില നർഹർപൂർ എന്നൊക്കെ പറഞ്ഞ് ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ നീറിനെ കൊണ്ട് ചമ്മന്തിയൊക്കെ അരച്ചു തരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കാരണം പുളിക്ക് വേണ്ടി അതൊക്കെ ആയിരിക്കും അരയ്ക്കുന്നത്. ഇങ്ങനെ കടയിലൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ചില മുട്ടായി ഒക്കെ തൂക്കിയിടുന്ന പോലെ നീറിന് 5 രൂപയ്ക്ക് ഇത്ര പാക്കറ്റൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. സ്വത്രം. വെസ്റ്റ് ബംഗാളിൽ ഏതാണ്ട് ഭൂട്ടാന് താഴെ അവിടെ ആ ഏരിയയിൽ ജയ്ഗോൺ എന്ന സ്ഥലത്ത് ഞാനും എൻ്റെ വൈഫും കൂടെ ഒരു ആദിവാസി ഗ്രാമത്തിൽ ശുശ്രൂഷിക്കാൻ ചെന്നു. ആഹാരമൊക്കെ തന്നു. എല്ലാ കറി ഏകദേശം ഒക്കെ ഒരേ കളറാണ്. സ്വത്രം. അപ്പം ഒരു കൂട്ടുകറി ഈ എല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ തന്നു. കഴിച്ചോണ്ടിരിക്കുമ്പോ എൻ്റെ പുള്ളിക്കാരി ഇത്ര നീളമുള്ളൊരു മുള്ളെടുത്ത്. ഞാൻ ചോദിച്ചു, ഇത് മീൻകറി അല്ലല്ലോ, പക്ഷെ മീനിന്റെ തലയുടെ മുള്ളാണ് വരുന്നത്. അപ്പൊ പറഞ്ഞു, മച്ചിലിക്ക മുണ്ടി കെ സാത്ത് അച്ഛാ സബ്ജി ബനായ. സ്തോത്രം. അപ്പൊ നല്ല മീനിന്റെ തലയും ഈ ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിന് പറ്റിയതല്ല. പക്ഷേ എന്റെ വൈഫ് പറഞ്ഞു, ഛർദ്ദിക്കുമെന്ന്. ഞാൻ പറഞ്ഞു, ഛർദ്ദിക്കരുത്, കഴിച്ചേ പറ്റൂ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കണം, തരുന്നത് ഭക്ഷിച്ചേ പറ്റൂ. സ്തോത്രം. ഏത് സാഹചര്യങ്ങളോടും നമ്മൾ ഇണങ്ങിയേ പറ്റൂ. ഇന്ന് രാത്രി ചിന്തിക്കണം. അത്രത്തോളം ഈ ന്യായശാസ്ത്രിക്ക് പിടിച്ചതല്ല. മറ്റൊന്ന്, രോഗികളെ സൗഖ്യമാക്കുക. ഇത് കേൾക്കുന്നത് ഇഷ്ടമല്ലവരെ. 18 വർഷക്കാലം കൂനിയായിരുന്ന സ്ത്രീ അവിടെ ഉണ്ടായിട്ട് കർത്താവ് വന്ന് സൗഖ്യം വേണ്ടല്ലോ, വേല ചെയ്യാൻ വേറെ 6 ദിവസം ഉണ്ട്, ഇപ്പൊ എന്താണ് ഈ വേല ചെയ്തത് എന്ന് ചോദിച്ച പരീശന്മാരെ നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. വരണ്ട കൈയുള്ളവന്റെ കൈ സൗഖ്യമാക്കുന്ന കണ്ടുകൊണ്ട് എന്തോ പരിപാടിയായി കാണിച്ചത് എന്ന് ചോദിച്ചവരെ നമുക്കറിയാം. കാരണം ഇവർക്ക് ഈ സാധനം ഇല്ല. അവർ ആ നേതൃസ്ഥാനത്താണ്, കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ കയ്യിലാണ് എന്ന ബോധ്യമുണ്ടെങ്കിലും ഇവരുടെ കയ്യിൽ എന്തോ ഇല്ല. സ്തോത്രം. തമ്പുരാന്റെ കൃപയില്ല. കർത്താവ് നേരിട്ട് പറഞ്ഞു, സ്തോത്രം, പേരുകൊണ്ട് അബ്രഹാമിന്റെ സന്തതി എന്നേ ഉള്ളെന്ന്. സ്തോത്രം. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ പേരുകൊണ്ട് അങ്ങനെ അനുഭവിച്ചു വരുമ്പോ അതിന്റെ എല്ലാം കടകം വെട്ടുന്നൊരു പരിപാടിയാ കർത്താവ് അങ്ങോട്ട് ഇട്ടുകൊടുത്തൊരു ശുശ്രൂഷയുടെ സ്റ്റൈല്. സ്തോത്രം. എന്താ? രോഗികളെ സൗഖ്യമാക്കണം. ഹല്ലേലൂയ. മറ്റൊന്ന്, ഇത്രയും കാര്യങ്ങളൊക്കെ സഹിക്കാം. അടുത്തത് കർത്താവ് തുടർന്ന് ശാപമാണ്. കോരസീനെ, നിനക്കയ്യോ കഷ്ടം. ഇത് അങ്ങോട്ട് ഇഷ്ടപ്പെടുവോ? കോരസീൻ എന്ന് പറയുന്നത് ഗലീല തടാകത്തിന്റെ കരയുള്ള ഒരു സ്ഥലമാണ്. സ്തോത്രം. പ്രത്യേകിച്ച് കോരസീന്റെ പ്രത്യേകത എന്താ? അവിടെ അവർക്ക് ധാരാളം ടോംബുകൾ, കുടീരങ്ങളൊക്കെ ഉണ്ട്. അവിടെ തന്നെയാണ് അവരുടെ ഈ ധാന്യപ്പുരകൾ ഇരിക്കുന്നത്. അപ്പൊ ഈ ധാന്യപ്പുരകൾ ഈ കുടീരങ്ങൾക്ക് അടുത്തുണ്ടെങ്കിൽ കേടുകൂടാതെ ഒരുപാട് നാൾ നിൽക്കുന്നൊക്കെ ഒരു ചില വിശ്വാസങ്ങളൊക്കെ അവരുടെ ഇടയിലുണ്ട്. അപ്പൊ നോക്കിയേ, ഇവരുടെ ഭക്ഷണപ്പരെ മുഴുവനും കൂടെ ശപിച്ച് നശിപ്പിക്കും. കോരസീന്, നീ നശിച്ചു പോകും. അടുത്തത്, സ്തോത്രം, ബേത്സയിദയെ
ഹല്ലേലൂയ. ബേത്സയിദ എന്ന് പറഞ്ഞാൽ അവരുടെ സ്ട്രാറ്റജിക് ഏരിയ, അവരുടെ ഭരണപരമായ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഏറിയാണ്. അപ്പൊ ഞങ്ങളുടെ സൈന്യം മൊത്തം കളയാനുള്ള പരിപാടി. അടുത്തത് സ്തോത്രം, കവർനഹൂം. യേശു വളർന്ന സ്ഥലമാണ് കവർനഹൂം എന്ന് പറഞ്ഞാൽ അവരുടെ കാരവൻ മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രത്യേക സ്ഥലമാണ്. ഇന്നത്തെ കൂട്ട് കാറും വണ്ടിയും നല്ലതെന്ന് ഓർക്കണം, കഴുതിയൊക്കെയാണ്. ഇതെല്ലാം വാടകയ്ക്ക് കിട്ടുന്ന സ്ഥലമാണ്. അപ്പോ ഇവരുടെ എല്ലാവിധ നല്ല നല്ല സ്ഥലങ്ങളെയൊക്കെ പേര് ചൊല്ലി കർത്താവ് അങ്ങ് ശാപിച്ചങ്ങ് ഇല്ലാതാക്കുക. ഇത്രയൊക്കെ ആയപ്പോഴത്തേക്ക് ഈ ന്യായശാസ്ത്രിക്ക് മൊത്തം ആകും ഒന്ന് പൊള്ളാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പെട്ടെന്നുണ്ട് സ്തോത്രം, കർത്താവ് പറയുക, ഈ വരുന്ന ഈ ശിഷ്യന്മാരെ തള്ളിയാൽ എന്നെ തള്ളുന്നവർ, എന്നെ തള്ളിയാൽ പിതാവിനെ തള്ളുന്നവർ. അത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇവര് ഡയറക്റ്റ് മക്കളാണ്. ഹല്ലേലൂയ, സ്തോത്രം. അത് കഴിഞ്ഞപ്പോഴോ ഇതിനേക്കാളൊക്കെ ഉപരി ഈ പോയ പുള്ളികൾ പെട്ടെന്ന് തിരിച്ചു വന്നേച്ച് പറയാ, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. ഇതുകൂടെ കേട്ടപ്പോഴത്തേക്ക് പിടിവിട്ടു. കാരണം വർഷങ്ങളായിട്ട് ഈ ശുശ്രൂഷയൊക്കെ ചെയ്ത് ഇങ്ങനെ വലിയ പുള്ളികളായിട്ടിരുന്നിട്ട് ഒരു കട്ടൂപ്പെ പോലും സൗഖ്യമാക്കിയിട്ടില്ല, ഒരൊറ്റ ഭൂതം പുറത്തു പോയിട്ടില്ല. ഈ ഭൂതത്തെയൊക്കെ വെച്ചോണ്ട് തന്നെയാ ഇവരെല്ലാം ആരാധിക്കുന്നത്. സ്തോത്രം. അതിനിടയ്ക്ക് ആ കർത്താവ് ശിഷ്യന്മാർ ചെന്നപ്പോൾ ചിലതൊക്കെ ചന്ദ്രരോഗികളും ഇവരും എല്ലാം ഭൂതമിളകി ഇങ്ങനെ പുറത്തോട്ട് വന്ന് വിടുതൽ പ്രാപിക്കുന്നത് ഇതൊക്കെ കണ്ടിട്ട് അവര് പറഞ്ഞു, ഇത് ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. കാരണം ബേൽസബൂലിനെ കൊണ്ടാണ് ഇറക്കുന്നതൊക്കെ പറഞ്ഞിട്ടൊന്നും ജനം സമ്മതിക്കുന്നില്ല. വിടുതൽ കിട്ടണം, എന്നറിയാം ഇതെന്തുവാ വ്യാപാരമെന്ന് അവരനുഭവിച്ചറിയാം. നമ്മളിൽ പലരുടെയും നേരിട്ടുള്ള അനുഭവം ഇതൊക്കെ. സ്തോത്രം. നമ്മൾ ഈ അനുഭവം പ്രാപിക്കുമ്പോൾ, ദൈവസന്നിധി പ്രാപിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ ഇതൊന്നും പ്രാപിക്കാൻ പറ്റാത്ത ഒരുപാട് പരീശന്മാരും ശാസ്ത്രിമാരും അവിടെയൊക്കെ ഇരുന്ന് സ്തോത്രം ഇങ്ങനെയുള്ള മീറ്റിങ്ങളെ അപമാനിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടും ഒക്കെ ഇടപെടുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇന്ന് രാത്രി മനസ്സിലാക്കണം, നമ്മുടെ അകത്തൊരു വെളിപ്പാടുണ്ടെങ്കിൽ, ദൈവമായ ഒരു ബന്ധം നമുക്കുണ്ടെങ്കിൽ, ദൈവവൈതലേ പ്രൈസ് ദി ലോർഡ്, മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്തതോ അവർക്ക് സ്പർശിക്കാൻ കഴിയാത്തതോ അവർക്ക് തൊടാൻ കഴിയാത്തതോ നമ്മുടെ അകത്ത് പകർന്ന് വെല്ലുവിളികളെ ജയിക്കുന്ന അതിശക്തമായ ഒരു തേരോട്ടം നടത്തുന്ന ശുശ്രൂഷ നമ്മുടെ മേൽ പകരാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അതങ്ങ് പോട്ടെ. ഇത്രയൊക്കെ കാര്യങ്ങളാണെങ്കിലും കർത്താവ് പറയാ, ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറിച്ച്. ജ്ഞാനികളാരാ? ഞങ്ങള്. വിവേകികളാരാ? ഞങ്ങള്. ഞങ്ങളുടെ അപ്പുറത്ത് വേറെ ജ്ഞാനമൊന്നുമില്ല. സ്വത്രം. കാരണം വചനം പഠിച്ചവര്, വചനത്തെ തലനാരിയുടെ കീറിയതിനെ വ്യാഖ്യാനിക്കാൻ അറിയാവുന്നവര്. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? ഈ വചനത്തെ തലനാരിയുടെ കീറി വ്യാഖ്യാനിക്കാൻ അറിയാവുന്ന ഈ പുള്ളികൾ, വചനം പരിഭാഷപ്പെടുന്ന പുള്ളികൾ ഒരുപാട് പേര് അവിടെ ഉള്ളപ്പോഴാ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കാത്തിരുന്ന ഒരു ശിമ്യോനും ഒരു ഹന്നായിക്കും യേശു വെളിപ്പെട്ട് വന്നത് എന്ന് രാത്രി നാം തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുപാട് പ്രാഗൽഭ്യങ്ങളും അനുഭവങ്ങളും ഒക്കെ പറയാൻ, പഴക്കങ്ങളും തഴക്കങ്ങളും പറയാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും. പക്ഷെ ദൈവബന്ധമാ വലുത്. ഇന്ന് രാത്രി എത്ര പേര് സ്തോത്രം ചെയ്യും? ദൈവത്തോടൊരു വ്യക്തിപരമായ ബന്ധം നമുക്കുണ്ടെങ്കിൽ ഏത് വെല്ലുവിളികളുടെ നടുവിലും നമ്മെ ഉപയോഗിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ ഇനി ഇത്രയൊക്കെ പറഞ്ഞ് അതും പോരാ. യേശു വെളിപ്പെടുത്തി കൊടുത്തെങ്കിലേ പിതാവിനെ വെളിപ്പെടുകയുള്ളൂ. എടാ, ഞങ്ങള് മോശയുടെ കാലം മുതൽ ഈ ന്യായപ്രമാണവും പൊക്കി പിടിച്ചുകൊണ്ട് പിതാവ് ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ സ്വന്തം മക്കളാണ്, ഞങ്ങൾക്കാണ് എല്ലാം വെളിപ്പെട്ട് കിട്ടിയത് എന്ന് പറഞ്ഞ് നടക്കുന്ന ഞങ്ങളോടാന്ന് പറയുന്ന ഈ നിൽക്കുന്ന യേശു വെളിപ്പെടുത്തെങ്കിൽ പിതാവിന് ഞങ്ങൾക്ക് വെളിപ്പെടത്തുള്ളെന്ന്. ഇതൊക്കെ സഹിക്കുവോ? നിങ്ങൾക്ക് പറ. സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അപ്പോഴാണ് ഹല്ലേലൂയ ഈ ന്യായശാസ്ത്രി ചോദിക്കുന്ന ചോദ്യം, കർത്താവിന് ഈ വകുപ്പ് നിത്യജീവൻ എന്ന സാധനം അറിയാവോ എന്ന് അറിയണം. അതെന്താ അങ്ങനെ? കാരണം പഴയ നിയമത്തിൽ നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഡയറക്റ്റ് ഒരു പ്രസ്താവനയില്ല. നിത്യജീവൻ എന്ന വാക്കുകൊണ്ട് ജീവവൃക്ഷം എന്ന വചനമുണ്ട്. ചില നിത്യജീവനായി എഴുന്നേൽക്കുമെന്നൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ നിത്യജീവൻ പ്രാപിക്കേണ്ടത് എങ്ങനെയാണെന്ന് പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയതുപോലെ ഒരു വെളിപ്പെടുത്തൽ പഴയ നിയമത്തിലില്ല. സ്തോത്രം. അപ്പോ പഴയ നിയമ പഠിതാവായ ഒരാൾക്ക് നിത്യജീവൻ പ്രാപിക്കാൻ എങ്ങനെ കഴിയുമെന്ന് അവരുടെ പഠന മികവ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു അവബോധമുണ്ട്. ഈ അവബോധം ആർക്കുണ്ട്? ഈ ന്യായശാസ്ത്രിക്കുണ്ട്. യേശുവിന് മനസ്സിലായി. അപ്പൊ ഇത് യേശുവിന് ഈ സാധനം ഉണ്ടോ എന്ന് അറിയാനാണ് ഇയാൾ ഈ ചോദ്യം ചോദിച്ചത്. നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ കർത്താവ് ചോദിച്ചു, അവന്റെ കൊടുത്തു. നീ എങ്ങനെയാ വായിക്കുന്നത്? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം.
അടുത്തത് ഞാനത് പറയാം, 2 ഫോൾഡ്. നിന്റെ കൂട്ടുകാരന് നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നിത്യജീവൻ ഉണ്ടാകുന്നതെന്ന് നമുക്ക് ഈ പഴയ നിയമം മൊത്തം നമ്മൾ വായിച്ചാൽ ഒരുപക്ഷെ മനസ്സിലാകത്തില്ല. സ്തോത്രം. ഇത് രണ്ടും രണ്ടിടത്ത് കിടക്കുന്ന. ആദ്യം പറഞ്ഞത് ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന് 4 മുതൽ ക്ഷേമ ചൊല്ലുന്നതാണ്. ഇസ്രായേലേ കേൾക്കുക, നിന്റെ ദൈവമായ യഹോവയെ തന്നെ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണാത്മാവോടും കൂടെ സ്നേഹിക്കണം. ഇത് ക്ഷേമ ചൊല്ലുന്നത്. എന്നാൽ മറ്റേത് വിടാ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം സ്തോത്രം ന്യായപ്രമാണത്തിന്റെ 10 കൽപ്പന പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് കിടക്കുന്ന സാധനമാണ് കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ. ഇത് രണ്ടും കൂടെ ചേർത്ത് വെക്കുമ്പോഴാണ് നിത്യജീവൻ കിട്ടുന്ന എന്ന ഒരു കാഴ്ചപ്പാട് പഴയ നിയമ പഠിതാവിന് ഉണ്ടാകണമെങ്കിൽ എത്രത്തോളം ആഴമായ പഠനം ഉണ്ടാകണം. ഈ ഒരു അവബോധം തനിക്കുള്ളത് കൊണ്ടാണ് യേശുവിന് അറിയാമെന്ന് അറിയാൻ ചോദ്യം ചോദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ ഈ ഉത്തരം ശരിയാണ് എന്ന് കർത്താവ് പറഞ്ഞു. സ്തോത്രം. നീ പറഞ്ഞത് ശരിയാണ്. അപ്പോഴും അതിനകത്തൊരു ട്വിസ്റ്റ് കിടപ്പുണ്ട്. എന്റെ കൂട്ടുകാരൻ ആരാണ്? കൂട്ടുകാരനെ കാരണം ഇവന്മാര് ഈ ശമരിയാക്കാരെ സ്നേഹിക്കത്തില്ലല്ലോ, ശമരിയാക്കാരോട് ബന്ധമില്ലല്ലോ, അങ്ങോട്ട് പോകത്തില്ലല്ലോ, ആ വഴി പോകത്തില്ല. അതുകൊണ്ടല്ലേ ശമരിയാക്കാരി ചോദിച്ചു ഞാൻ തരുന്ന വെള്ളം നീ അങ്ങനെ കുടിക്കുന്നേ. അപ്പൊ ആ ഒരു ഇത് കിടക്കുന്നത് കൊണ്ട് ശമരിയക്കാരെ നായെ പോലെ, അങ്ങനെയല്ലേ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്. സ്തോത്രം. മക്കളെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ അവളെ നായെന്ന് വിളിച്ചതല്ല, ഇവരുടെ ഭാവമാണത്, ഇവരുടെ വാക്കാണത്. അവരെ ആ രീതിയിൽ വിളിക്കുന്നത് കൊണ്ട് അവർക്കത് കൊടുക്കണ്ട എന്ന് പറയുമ്പോൾ ആ സ്ത്രീയുടെ വിശ്വാസം കണ്ടോ. സ്തോത്രം. കർത്താവ് പറയാം അത് ഇവരെ കേൾപ്പിക്കാനാ പറഞ്ഞത്. അതായത് ഇസ്രായേലിൽ പോലും ഇതുപോലൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുന്നുവല്ലോ. സ്തോത്രം. അപ്പൊ ആ ഒരു മനോഭാവമാണ് ഇവർക്ക്. അപ്പൊ ഇവർക്ക് കർത്താവിൽ നിന്നൊരു എന്ത് കിട്ടും? ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണം. നിങ്ങൾ ശമരിയക്കാരെ സ്നേഹിക്കേണ്ട, സ്തോത്രം, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ മാത്രം സ്നേഹിച്ചാൽ മതി. അങ്ങനെയാണല്ലോ. സ്തോത്രം. അവരവരുടെ കൂട്ടത്തിലുള്ളവരെ മാത്രം സ്നേഹിക്കുന്ന വലിയ ഗ്രൂപ്പുകളുണ്ട്. സ്തോത്രം. അല്ലേ? അപ്പോ ഈ ആ ഒരു ആശയത്തിന് വ്യക്തമായ ഒരു ധാരണ കൊടുക്കാനാണ് ശമരിയക്കാരന്റെ ഉപദേശം കർത്താവ് കൊണ്ടുവരുന്നത്. സ്തോത്രം. അപ്പോ ഇതേ ചോദിക്കുക, കർത്താവ് എന്റെ കൂട്ടുകാരൻ ആരാണ്? ഇവന്റെ അകത്തിരിക്കുന്ന സാധനം ഇതാ. അതുകൊണ്ടല്ലേ കർത്താവ് ശമരിയക്കാരൻ ഉപദേശം പറയുന്നത്. ഇവന്റെ അകത്തിരിക്കുന്നത് ശമരിയക്കാരനുമായിട്ടുള്ള ബന്ധം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് അത് കൂട്ടുകാരനാണെന്ന് വ്യാഖ്യാനിക്കുമോ ഇല്ലയോ എന്നറിയണം. 2, നല്ലൊരു അംഗീകാരം, നിങ്ങൾ ശാസ്ത്രിമാരെ പരിചയന്മാരെ തമ്മിൽ സ്നേഹിച്ചാൽ മതി എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, അതാണ് കൂട്ടുകാരെന്ന് പറഞ്ഞാൽ കറക്റ്റ് എന്നൊക്കെയുള്ള ധാരണയ്ക്കാണ് ഈ ഒരു ആലോചന കൊടുക്കുന്നത്. സ്വന്തം. അപ്പോഴാണ് കർത്താവ് ശമരിയക്കാരന്റെ ഉപദേശം പറയുന്നത്. നമുക്കറിയാം ശമരിയക്കാരന്റെ ഉപദേശം. സ്തോത്രം. എന്താണ്? യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് ഒരുത്തൻ യാത്ര ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഈ യാത്ര ചെയ്യുമ്പോൾ കള്ളന്മാർ അവനെ പിടിക്കുന്നു, അവരെ സാധനങ്ങളൊക്കെ അപഹരിക്കുന്നു, അവനെ അർത്ഥപ്രാണനായി ഇട്ടു. മരിച്ചു പോയിട്ടില്ല, അർത്ഥപ്രാണനായി ഇട്ടു. യാദൃച്ഛ ഒരു പുരോഹിതനെതിരെ വരുന്നു. ആ വാക്കിന്റെ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പുരോഹിതൻ വരേണ്ട കാര്യമുള്ളതല്ല, അതുകൊണ്ടാണ് യാദൃച്ഛ ഒരു പുരോഹിതൻ വരുന്നു. അപ്പൊ പുരോഹിതന് ഒഴിഞ്ഞു പോകാമായിരുന്നു, പക്ഷെ മരിച്ചിട്ടില്ല, ഓളോ കാണുമല്ലോ, അർത്ഥപ്രാണനാണെന്ന്. പക്ഷേ ഇവന് ഒരു പ്രമാണം ഉണ്ടല്ലോ, ശവത്തെ തൊട്ട് ആലയത്തിലോട്ട് പോകുക, യെരുശലേമിൽ എങ്ങോട്ട് പോവുകയാണ്. യെരിഹോവിലോട്ട് പോകണം. ഈ ആദൃശ്യം അതാണ്. ഈ ആദൃശ്യം അങ്ങോട്ട് പോകുന്ന പുള്ളി നോക്കിയപ്പോ ഇവൻ എന്തായാലും രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം തനിക്ക് ഒഴിയാൻ ആകെയുള്ള മാർഗം വചനമാണ്. സ്തോത്രം. അപ്പോ തനിക്കൊരു പ്രമാണമുണ്ട്, ചത്തതിനെ തുടരുത്, അശുദ്ധമാകരുത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? താൻ ആ ഒരു വചനത്തെ കൈ പിടിച്ചോണ്ട് ഒഴിഞ്ഞു മാറി അങ്ങ് പോയി. തെറ്റുവല്ലം ചെയ്തോ? കാരണം വചനമല്ലേ അനുസരിച്ച്. സ്തോത്രം ചെയ്യാ. ഹല്ലേലൂയ. അടുത്തത് സ്തോത്രം. അത് വേറൊരു യാദൃച്ഛ പിന്നെയും വരുന്നു. ഒരു പരീക്ഷ. ആരാ വരുന്നത്? സ്തോത്രം. ലേവ്യൻ. ഒരു ലേവ്യൻ. ഈ ലേവ്യൻ എന്ത് ചെയ്തു? ലേവ്യൻ കണക്ക് കൂട്ടി, ഈ അർത്ഥപ്രാണനായി കിടന്ന എടുത്തു കഴിഞ്ഞാൽ ആശുപത്രി കൊണ്ടുപോകണം, ചെലവ് ചെയ്യണം, ഒക്കെ ശരിയാ. പക്ഷെ എനിക്കും രക്ഷപ്പെടാനൊരു മാർഗമുണ്ട്. സ്തോത്രം. അശുദ്ധമായതൊന്നും തുടരുത്. അത് ഇദ്ദേഹം അങ്ങ് ഒഴിഞ്ഞങ്ങ് പോയി. ഈ രണ്ടുപേരും ചെയ്ത് അവർക്ക് ന്യായം കാണാം, പക്ഷെ എല്ലാ ന്യായവും ഒന്നും ദൈവം അംഗീകരിക്കത്തില്ല. എന്താ സംഭവിക്കുന്നത്? ഇത് അടുത്തത് വരുന്ന ഒരു ശമരിയക്കാരൻ. ഈ ശമരിയക്കാരൻ എങ്ങനെ ഈ ഒരു സ്നേഹം കിട്ടിയേ? സ്തോത്രം. അയാൾ വന്നു ഇവനെ എടുക്കുന്നു, ഇവനെ കൊണ്ടുപോയി സത്രത്തിലാക്കുന്നു.
ചികിത്സയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ ശമരിയൻ ആരാണ്? ശമരിയക്കാരൻ എന്ന് പറഞ്ഞ ആരാണ്? സ്വതം. അപ്പൊ നമുക്ക് ഒന്നുകൂടി ചരിത്രത്തിലേക്ക് ഒന്ന് പോകാം. ഇസ്രായേൽ ആദ്യത്തെ രാജാവ് ശൗല്, പിന്നെ ദാവീദ്, ശലോമോൻ, അടുത്തത് രഹബയാമിന്റെ കാലത്ത് യൊരോബയാം എന്ന് പറയുന്ന ഒരുവൻ 10 ഗോത്രത്തെ പിടിച്ചുകൊണ്ട് വടക്കേ രാജ്യമില്ല ഇസ്രായേൽ എന്ന ഒരു രാജ്യം ഉണ്ടാക്കി. 2 ഗോത്രങ്ങൾ ഇപ്പുറത്തോട്ട് മാറി തെക്കോട്ട് മാറി യഹൂദ എന്ന രാജ്യം ഉണ്ടാക്കി. അപ്പൊ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ തലസ്ഥാനം എവിടായിരുന്നോ? തിർസ എന്ന് പറയും. തലസ്ഥാനം തിർസായാണ്. തെക്കേ രാജ്യമായ യഹൂദയുടെ തലസ്ഥാനം യെരൂശലേമാണ്. ഇങ്ങനെ 2 രാജ്യമായിട്ടാണ് പിന്നെ ഭരണം നടക്കുന്നത്. ഈ വടക്കേ രാജ്യം തിർസായിൽ ഇങ്ങനെ ആയിരുന്നു എങ്കിലും ഈ വടക്കേ രാജ്യത്തെ ആളുകളും തെക്കേ രാജ്യത്തെ ആളുകളും തമ്മിൽ ഇങ്ങനെ എപ്പോഴും മിങ്കിള് ചെയ്യും. അത് ചില രാജാക്കന്മാർക്ക് അത്ര ഇഷ്ടമല്ല. അതിന്റെ അവരുടെ ബൗണ്ടറിയുടെ പേരാണ് രാമ എന്നാണ്. അപ്പൊ എന്ത് ചെയ്യുന്നറിയാമോ? ആസ എന്ന് പറയുന്ന വടക്കേ രാജ്യത്തെ ഒരു ബേശ എന്ന ആസ തെക്കേ രാജ്യം, ബേശ എന്ന് പറയുന്ന വടക്കേ രാജ്യത്തെ രാജാവ് എന്ത് ചെയ്യുന്നറിയാമോ? ഇതിനിടയ്ക്ക് ഈ രാമയെ കൊണ്ടുവന്ന് എന്ത് ചെയ്തു? മതിലൊക്കെ പണിതിട്ട് അവിടെ കൊട്ടാരം പണിയാൻ ശ്രമിച്ചു. അപ്പൊ അങ്ങനെ കൊട്ടാരം പണിയാൻ ശ്രമിച്ചപ്പോ ഇപ്പുറത്ത് ആസയാണ് ഭരിക്കുന്നത്, തെക്കേ രാജ്യം. ആസ തീരുമാനിച്ചാൽ ഇവിടെ ആരാധന ഇവിടാണ്, യെരൂശലേമിലാണ്. ഇങ്ങനെ ഇതെല്ലാം ബ്ലോക്ക് ചെയ്താൽ ദൈവത്തിന്റെ പ്രോഗ്രാം അല്ല, ഇവരൊന്നും അങ്ങോട്ട് പോയി ആരാധിക്കരുതെന്നാണ് അവരുടെ ധാരണ. കാരണം വടക്കേ രാജ്യത്താണ് ഏലിയാവ്, ഏലീശ ഇവരെല്ലാം വന്നതും പ്രവർത്തിച്ചും ഒക്കെ. പക്ഷെ കാണുന്ന പച്ചമരത്തിന്റെ എല്ലാം ചുവട്ടിൽ പൂജാഗിരികൾ പണിത് പാപം ചെയ്ത് നശിച്ചുകൊണ്ടിരിക്കുന്ന ജനമാണ് വടക്കേ രാജ്യം. അപ്പൊ ഇവർ ഈ ഇടയ്ക്ക് വേർതിരിവുണ്ടാക്കാൻ ഈ പണി ചെയ്തപ്പോ ആസ എന്ത് ചെയ്തറിയോ? അരാം രാജാവിനെ ചെന്ന് കൂട്ടുപിടിച്ചിട്ട് ഈ പണിയെല്ലാം ബ്ലോക്ക് ചെയ്ത് കല്ലും മരവും എല്ലാം പെറുക്കൊണ്ട് പോയി തെക്കേ രാജ്യത്ത് കൊണ്ട് ഗേബയും മിസ്പയും പണിതു. സ്വതന്ത്രം. അപ്പൊ പിന്നെയും തിർസായി തന്നെ താമസമായി. അങ്ങനെ ഇരിക്കുമ്പോ വടക്കേ രാജ്യത്തിലെ ഒരു രാജാവിനെ കൊന്നിട്ട് സിമ്രി എന്ന് പറയുന്ന രഥനായകൻ രാജാവായി. ഈ സിമ്രി രാജാവിന് ആകെ 7 ദിവസം അവിടെ ഭരിച്ചുള്ളൂ. സിമ്രി രാജാവായപ്പം ബാക്കിയുള്ള ജനമെല്ലാം കൂടെ ഒമ്രി എന്ന് പറയുന്നവനെ രാജാവാക്കി. അപ്പോ ഈ ഒമ്രി എന്ത് ചെയ്തു? സിമ്രിയെ കൊന്നു. അങ്ങനെ ഈ ഒമ്രി എന്ന് പറയുന്നവൻ 2 താലന്ത് വെള്ളിക്ക് ശേമർ എന്ന് പറയുന്ന ഒരുത്തന്റെ കയ്യിൽ നിന്ന് ശമരിയ മര വില കൊടുത്തു വാങ്ങി. എന്നിട്ട് അതൊരു പട്ടണം പണിതു. ആ പട്ടണത്തിന്റെ പേരാണ് ശമരിയ. അപ്പോ വടക്കേ രാജ്യം ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അതിന്റെ തലസ്ഥാനം ശമരിയായി. അപ്പൊ ശമരിയ എന്ന് പറഞ്ഞാൽ വടക്കേ രാജ്യം അല്ലെങ്കിൽ ഇസ്രായേൽ എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെ ആ വടക്കേ രാജ്യം അങ്ങനെ വരുമ്പോ ഈ വടക്കേ രാജ്യത്തെ ജനം പാപം ചെയ്ത് ദൈവത്തോട് ദ്രോഹം ചെയ്തപ്പോ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? അശൂർ എന്ന സമൂഹത്തെ എഴുന്നേൽപ്പിച്ചിട്ട് ഈ വടക്കേ രാജ്യത്തിലെ ജനങ്ങളെ മുഴുവൻ അവിടുന്ന് കുടി പറിച്ച് അവരുടെ രാജ്യത്ത് അശൂരിൽ കൊണ്ടുപോയി. അത് നമ്മള് 2 രാജാക്കന്മാർ 17-ാം അധ്യായത്തിന്റെ 22 മുതൽ ഇങ്ങോട്ട് താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഇസ്രായേൽ മക്കൾ യെരോബെയാം ചെയ്ത സകല പാപങ്ങളിൽ നടന്ന് അവർ അവയെ വിട്ടുമാറുകയാൽ യഹോവ പ്രവാചകന്മാരായ തന്നെ സകല ദാസന്മാർ മുഖാന്തരം അരുളി ചെയ്ത പ്രകാരം ഒടുവിൽ ഇസ്രായേലിനെ തന്റെ സന്നിധിയിൽ നീക്കിക്കളഞ്ഞു. ഇങ്ങനെ ഇസ്രായേൽ സ്വദേശം വിട്ട് അശൂരിലേക്ക് പോകേണ്ടി വന്നു. അത് 2 രാജാക്കന്മാർ 17-ന്റെ 22 മുതലുള്ള വാക്യങ്ങൾ. 24-ാം വാക്യം പറഞ്ഞു, അശൂർ രാജാവ് ബാബേൽ, കുഥ, ഔവ, ഹമാത്ത്, സെഫർബയും എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ വരുത്തി ഇസ്രായേൽ മക്കൾക്ക് പകരം ശമരിയ പട്ടണത്തിൽ പാർപ്പിച്ചു. അടുത്തത് 26-ാം വാക്യം, ഇസ്രായേലിനെ കുടി നീക്കിക്കളഞ്ഞു. അങ്ങനെ അവർ ഇനി എന്താ സംഭവിച്ചാൽ ഇവിടെ വന്ന് പാർക്കുന്ന ജനം യഹോവയെ ഭജിക്കുകയും തങ്ങൾ വിട്ടുപോകുന്ന ജാതികളുടെ മര്യാദ പ്രകാരം സ്വന്തം ദേവന്മാരെ ആരാധിക്കുകയും ചെയ്തു. ഇത് രണ്ടും കൂടെ ചേർന്ന് ആരാധിക്കുന്ന ഒരു ജാതീയ ഗ്രൂപ്പാണ് ശമര്യയിൽ പാർത്ത് പിന്നീട് വന്നത്. അപ്പോ ഇത് ദൈവത്തിന്റെ സ്ഥലമാണ്. പണ്ട് യാക്കോബ് ഓടിപ്പോയപ്പം സ്തോത്രം ബേഥേലാക്കാന്ന് പറഞ്ഞ് ലൂസില്ല, അതൊക്കെ ഇതിനകത്തുള്ളതാണ്. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ് ഇത്. അത് സ്വർഗത്തിന്റെ വാതിലാണെന്നൊക്കെ പറഞ്ഞ ആ സ്ഥലമാണ്. അപ്പൊ അവിടെ അങ്ങനെ ജാതികളുടെ വിഗ്രഹവും അമ്പലവും ഒക്കെ വന്നു കഴിഞ്ഞപ്പോ ദൈവത്തിന് അങ്ങനെ ഇഷ്ടം വന്നില്ല. നമ്മൾ 2 രാജാക്കന്മാരുടെ 17-ന്റെ കുറെ ഭാഗം വായിക്കുമ്പോ അവിടെ കാണുന്നു ദൈവം എന്ത് ചെയ്തു? ഇവരുടെ ഈ മിഥ്യാരാധന കണ്ടുകൊണ്ട് സിംഹങ്ങളെ അയച്ച് ഇവരെ കൊല്ലാൻ തുടങ്ങി. അങ്ങനെ സിംഹങ്ങൾ ഇവരെ കൊന്നപ്പോ ഇവരെ രാജാവേ, നീ ഞങ്ങൾക്ക്
നല്ല സ്ഥലം കൊണ്ട് തന്നതാണല്ലോ, പക്ഷെ ഇപ്പൊ ഞങ്ങളെ സിംഹം കൊല്ലുകയാണ്. അപ്പൊ ഈ രാജാവ് എന്ന് പറഞ്ഞ അശ്വരാജ കൊണ്ടുവന്ന് താമസിപ്പിച്ച പുരോഹിതന്മാരിൽ ഒരാളെ നിങ്ങൾ കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ച് അവിടുത്തെ ദൈവത്തിന്റെ ആരാധന പഠിക്കാം, അതിനെ നിങ്ങൾ പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു പുരോഹിതൻ വർഷങ്ങൾക്ക് മുമ്പ് ഈ വടക്കേ രാജ്യമായ ശമരിയയിൽ അവിടെ വന്ന് പാർത്ത് ആരാധന പഠിപ്പിച്ച, വചനം പഠിപ്പിച്ച ഒരു ചരിത്രം മാത്രമേ ആർക്കുള്ളൂ? ശമരിയർക്കുള്ളൂ. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നറിയാമോ? പിന്നെ താഴോട്ട് വായിക്കുമ്പോൾ അവരുടെ ദൈവങ്ങളെയും ദൈവത്തെയും കൂടി ആരാധിക്കാൻ തുടങ്ങി. ഇത് രണ്ട് പ്രമാണം അവരുടെ ഇല്ല, പുസ്തകം അവരുടെ ഇല്ല, ഇതൊന്നുമില്ലാതെ ഏതാണെന്നറിയാതെ കുഴഞ്ഞു കിടന്ന് ആരാധിച്ച ഒരു സമൂഹമാണ് ശമരിയ. സ്തോത്രം. അപ്പൊ ഇപ്പുറത്തോ പ്രമാണം കയ്യിലുള്ളവർ, ആരാധന കയ്യിലുള്ളവർ, ഇതെല്ലാം ഉള്ളവര് യെരുശലേമിലുണ്ട്. സ്തോത്രം. അപ്പൊ ഇങ്ങനെ ഒരു സമൂഹത്തിലെ ഒരാളാണ് ശമരിയക്കാരൻ. നിങ്ങളിത് ചിന്തിച്ചു നോക്കുകയും, ഈ യേശു കർത്താവ് സുഖാർ എന്ന ഒരു ഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോ യാക്കോബ് പണ്ട് തന്റെ മകനെ യോസഫിന് കൊടുത്ത കിണറിന്റെ ആ അരികിൽ ഇരിക്കുമ്പോ ഒരു ശമരിയക്കാരി സ്ത്രീ വന്ന് അത് വെള്ളം കോരാൻ വരുമ്പോ അവളോട് ദൂത് പറഞ്ഞതും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. സ്തോത്രം. അപ്പൊ അവൾ യേശുവിനോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, മശിഹ വരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഈ അറിവ് ഇവക്ക് എവിടുന്ന് കിട്ടി? ന്യായപ്രമാണം കയ്യിലില്ലല്ലോ, സ്വത്രം മറ്റു യാതൊരു കാര്യങ്ങളും കയ്യിലില്ലല്ലോ, പിന്നെ ഇവക്ക് എങ്ങനെ അറിവ് കിട്ടി? പണ്ട് അതേ അശൂറിൽ കിടന്ന ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ച് അവിടെ വചനം ഒരു പുരോഹിതനെ മാത്രം കൊണ്ടുവന്ന് പഠിപ്പിച്ച ചരിത്രമാണ് അവരുടെ ഉള്ളതെങ്കിൽ ഇവര് ആ മലയിൽ ഈ മലയിൽ ഞങ്ങൾ ആരാധിക്കുന്നൊക്കെ പറയുന്ന വചനം കേട്ടില്ലേ? അപ്പോ ഏതാണ് എന്താണെന്ന് വ്യക്തമായി അറിയാതെ അവരങ്ങ് ആരാധിക്കുകയാണ്. പക്ഷെ അവരുടെ ഇടയിൽ എന്തോ ഉണ്ടായിരുന്നു, മശിഹായെ കുറിച്ച് ഒരു പ്രതീക്ഷ വളർന്നു വന്നിരുന്നു. സ്തോത്രം. ഇനി ഇവിടെ ഓടിച്ചെന്ന് ഭർത്താക്കന്മാരുടെ കാര്യമൊക്കെ പറഞ്ഞ് നമുക്കറിയാം. ചെന്ന് ഭർത്താവിനെ വിളിച്ചോണ്ട് വാ എന്ന് പറയുമ്പോ സ്തോത്രം, ഒക്കെ അവിടെ കുറവുകൾ മനസ്സിലായി. അപ്പോഴാണ് അവിടെ ആരാധനയെ കുറിച്ച് കുറവുകൾ മനസ്സിലാകുന്നതിന് ആരാധനയെ കുറിച്ച് ബോധ്യം വരുള്ളൂ. കുറവുകൾ ബോധ്യപ്പെടുന്നവനെ ആരാധനയെ കുറിച്ച് ബോധ്യം വരുള്ളൂ. അല്ലാത്തവരൊക്കെ ആരാധന ചടങ്ങ്. നമ്മൾ 4 മണിക്കൂർ 10 മണിക്കൂർ അന്യഭാഷ ആരാധിച്ചു, പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ അപാകതകളെ കുറിച്ച് നല്ല ബോധ്യമില്ലെങ്കിൽ ആ ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല, ആ ദൈവകൃപ അനുഭവിക്കാൻ പറ്റില്ല. പഠിച്ചു വെച്ച അനുഭവങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും, പക്ഷെ നമ്മുടെ അകത്ത് ആ ദൈവ സ്പർശനം ഉണ്ടാകണമെങ്കിൽ സ്തോത്രം, നമ്മുടെ കുറവുകൾ ഓരോ ദിവസവും ഏറ്റുപറഞ്ഞ തമ്പുരാനുമായുള്ള ലിങ്ക് ഒരിക്കലും പൊട്ടാതെ നിൽക്കുവാൻ കഴിയണം. എങ്കിലേ നമുക്ക് അനുഗ്രഹത്തിന്റെ നിലനിൽപ്പുണ്ടാകത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കാൻ ചെന്നിരിക്കുമ്പോൾ നമ്മൾ എത്രയോ പ്രാവശ്യം ചരിച്ച് ജാഗരിച്ച് അന്യഭാഷ പറഞ്ഞു വേണം ദൂത് നമ്മുടെ അകത്തൊന്ന് തെളിയാൻ. സ്തോത്രം. പക്ഷെ നമ്മളോട് ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിൽ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം പ്രാപിക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. നമ്മളൊരു വിഷയത്തിന് അതേ മനസ്സ് വെക്കുമ്പോൾ തന്നെ ദൈവ ശബ്ദം നമ്മുടെ അകത്ത് മുഴങ്ങുന്ന ഒരു അനുഭവം പ്രാപിക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. അത് പറ്റും. തമ്പുരാനുമായി നമ്മുടെ ബന്ധം ശക്തമാണെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് അനുഭവം പ്രാപിക്കാനായിട്ട് പറ്റും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഓടിച്ച നാട്ടുകാരെയൊക്കെ വിളിച്ചോണ്ട് വന്നു. നാട്ടുകാര് യേശുവിനെ ഓർക്കണം, പറഞ്ഞു ഞങ്ങളുടെ കൂടെ ഒന്ന് താമസിക്കണം. 1-2 ദിവസം പാർത്തതേ ഉള്ളൂ. നാട്ടുകാർ പറയാ, ഇനി ഈ സ്ത്രീയെ നിന്റെ വാക്കല്ല, ഞങ്ങൾക്ക് മനസ്സിലായി ഇതാണ് മശിഹ. അപ്പൊ നോക്കി, കേവലം ജാതികളായിരുന്നവർ, അതേ ഒരു ദൈവമായിട്ടൊരു ബന്ധമില്ലാത്തവർ, ന്യായപ്രമാണം എന്തെന്നറിയാത്തവർ ഒരു പുരോഹിതം വന്ന് വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ താമസിച്ച് ആ വചനം പഠിപ്പിച്ച് ദൈവത്തെ ആരാധിക്കാൻ പഠിപ്പിച്ച് ആ കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്ത സ്ഥാനത്ത് മശിഹായെ കുറിച്ചൊരു പ്രതീക്ഷ വളരണമെങ്കിൽ അവരുടെ ന്യായപ്രമാണ പഠനത്തിന്റെ ആഴം എത്ര ശക്തമാ എന്ന് രാത്രി നാം ചിന്തിക്കണം. കേവലം ഹല്ലേലൂയ ചുമ്മാതെ പ്രഹസനത്തിൽ പോയവരല്ലവർ പലരും, അവരൊക്കെ ശക്തമായി പ്രയോജനപ്പെട്ടവരാ. അതുകൊണ്ടല്ലേ ഒരു ഹന്നയും ശിമോനും ഒക്കെ യേശുവിനെ കാത്തു നിന്നത്. അതുകൊണ്ടല്ലേ പല ദൈവദാസന്മാർ ശക്തമായി ഉപയോഗിക്കപ്പെട്ടത്. ഇന്ന് രാത്രി ദൈവമക്കളെ, പഴയ നിയമ പ്രവാചകന്മാർ എത്ര ശക്തമായി ഉപയോഗിക്കപ്പെട്ടത്. ആ ആലോചനകൾ, ദൂതുകൾ ഏറ്റെടുക്കാൻ അവർക്ക് ആ ഒരു പക്വത ഉണ്ടായിരുന്നു കൊണ്ടാണ്. ഇന്ന് രാത്രി ദൈവമക്കളെ, ഹല്ലേലൂയ നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ അകത്തെ പ്രത്യാശ എത്രത്തോളം. ഇവിടെ നോക്കിയേ, ഈ മനുഷ്യൻ ഇത്രയും സഹാനുഭൂതി ഉള്ളവനായി, സ്നേഹമുള്ളവനായി തീർന്നതിന്റെ കാരണം അവന്റെ അകത്ത് മശിഹ പ്രതീക്ഷയുള്ളവനായിരുന്നു. മശിഹ പ്രതീക്ഷ ആരുടെ ഉള്ളിലുണ്ടോ, നിത്യജീവനെ കുറിച്ചുള്ള പ്രതീക്ഷ ആരുടെ ഉള്ളിലുണ്ടോ, അവരെല്ലാം ഈ ശമരിയക്കാരനെ പോലെ സഹതാപവും സ്നേഹമുള്ളവരാകും. പക്ഷെ വെറും വചനം മാത്രം അകത്തുണ്ട്, പ്രമാണം മാത്രം അകത്തുണ്ട്, കടമകൾ ചെയ്യുന്നത് പോലെ, ചടങ്ങുകൾ ചെയ്യുന്നത് പോലെ, ശുശ്രൂഷകൾ ചെയ്തൊരു പുരോഹിതനും ശുശ്രൂഷകൾ ചെയ്തൊരു ലേവ്യനും ഈ ഒരു
അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് അവൻ ഒഴിഞ്ഞു പോകുമ്പോൾ നമുക്കറിയാം, നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും രസകരമായ ഒരു വാക്കാണ്, നമുക്കൊരു പ്രശ്നമുണ്ടെന്ന് പറയുമ്പം സഹോദര പ്രാർത്ഥിക്കാം, കർത്താവ് വിടുവിക്കും. അതിന്റെ അർത്ഥം 10 പൈസ തരത്തില്ലെന്ന അതിന്റെ അർത്ഥം. സ്തോത്രം ചെയ്യാം, ഹല്ലേലൂയ. 10 പൈസ പ്രതീക്ഷിക്കേണ്ട, സ്തോത്രം എന്നുള്ളതിന്റെ ചുരുക്കപ്പേരാണ് പ്രാർത്ഥിക്കാം, കർത്താവ് വിടുവിക്കും. സ്തോത്രം 90%. പിന്നെ അല്ലാത്തവരുമുണ്ട്. ദൈവമക്കളെ, ഹല്ലേലൂയ, ഇന്ന് രാത്രി ഒന്ന് മനസ്സിലാക്കണം, ഈ ന്യായശാസ്ത്രിയോട് കർത്താവ് പറയുക, നിനക്ക് ദൈവവുമായി ബന്ധമുണ്ട്, നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും അതേ മനസ്സോടും കൂടെയാണ് സേവിക്കുന്നത്. ബട്ട് ഇപ്പുറത്ത് വേറെ ലിങ്ക് ഉണ്ടെന്നേ. ഹല്ലേലൂയ. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കാൻ. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ താമസിക്കുന്നത് ഇപ്പൊ തടിയൂരാണ്. അതെ, അസംബ്ലി സ്കൂളിൽ ഒരു പാസ്റ്ററാണ്. ഹല്ലേലൂയ. ഞാൻ വർഷങ്ങളായിട്ട് താമസിച്ചുകൊണ്ടിരുന്നത് കുമ്പനാടാണ്. നിങ്ങൾക്കറിയാം, ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവകാശികളില്ലാതെ ബാങ്കിൽ കെട്ടിക്കിടക്കുന്ന കാശുള്ളത് കുമ്പനാടും തിരുവല്ലയിലും. സ്തോത്രം. ഇതിൽ ജാതികളുടെ കാശില്ല, മുസ്ലിങ്ങളുടെ കാശില്ല, സ്തോത്രം കത്തോലിക്കന്റെ കാശില്ല, മൊത്തം ബന്ധുക്കോസുകാരൻ ബ്രദറൻകാരുടെ കാശാ. സ്തോത്രം ചെയ്യാം. ഇതെങ്ങനെ ഉണ്ടായി? നമുക്കറിയാം, മക്കളില്ലാതെ ഹല്ലേലൂയ ഇഷ്ടം പോലെ ദൈവം കൊടുത്ത നന്മകള് അങ്ങനെ കെട്ടിപ്പിടിച്ചോ, സ്തോത്രകാഴ്ച പോലും കൊടുക്കാതെ വെച്ചോണ്ടിരുന്നത് എത്രയോ പ്രിയപ്പെട്ടവര്. സ്തോത്രം. അവര് ചത്തു കഴിയുമ്പോ രക്ഷിക്കപ്പെടാത്ത ചേട്ടന്റെ അനിയന്റെ വെള്ളമടിക്കാരി പിള്ളേരാണ് ഈ അവകാശം എല്ലാം കൊണ്ടുപോകുന്നത്. സ്തോത്രം. ഇനി അവകാശികളില്ലാതെ ഇതുവഴി സർക്കാർ കൊണ്ടുപോയി ഇപ്പൊ മോദി കൊണ്ട് വിഗ്രഹമൊക്കെ പണിയുക. സ്തോത്രം ചെയ്യാം, ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിന്തിക്കണം ദൈവമക്കളെ, സ്വർഗത്തിൽ ദൈവം നമ്മുടെ കരങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ ബലഹീനതകൾ, സങ്കടങ്ങൾ നോക്കി നമുക്ക് പ്രതികരിക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. കണ്ടിട്ടിട്ട് പോകുന്നതല്ല. നമ്മുടെ കൂട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ സ്നേഹവും കരുതലുമുള്ളത്. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾക്ക് വിഘാതമായി വെല്ലുവിളിക്കുമ്പോൾ ഒരു സത്യം തിരിച്ചറിയണം, നമ്മുടെ അകത്ത് ദൈവം വെളിപ്പെടുത്തുന്ന ആത്മീയ അനുഭവങ്ങൾ അനുസരിച്ച് പ്രതികരിക്കാൻ നമ്മൾ തയ്യാറാകണം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച് മറ്റുള്ളവരെ സ്നേഹിപ്പാൻ തയ്യാറാകണം, കരുതാൻ തയ്യാറാകണം. ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്നതാണ്. ദൈവത്തോട് മാത്രം ബന്ധം പോരാ, സഹമനുഷ്യനോടും ബന്ധം വേണം. ഈ പ്രിയപ്പെട്ടവൻ എന്ത് ചെയ്യുന്നു? ഇവനെ തന്റെ കഴുതപ്പുറത്ത് കയറ്റി. ഇന്നത്തെ കൂട്ട് കാറയിൽ ഒരു സീറ്റ് കൊടുക്കുന്ന പോലെ അല്ലല്ലോ. സ്വത്രം. കഴുതപ്പുറത്ത് ഒരാളെ കയറ്റിക്കൊണ്ട്, കുതിരയാണ് പിന്നെ ഒരാൾ കൂടെ കയറാം, കഴുതപ്പുറത്ത് ഒരാളെ കയറ്റിക്കൊണ്ട് പോകണമെങ്കിൽ താൻ ഇറങ്ങി നടന്നെങ്കിൽ ഈ ആളിനെയും കൊണ്ട് പോകാൻ പറ്റുള്ളൂ. നോക്കി, ഞാൻ കാശ് കൊടുത്ത് മേടിച്ച വണ്ടി, ഞാൻ കാശ് കൊടുത്ത് മേടിച്ചത്, ദൈവം എനിക്ക് തന്നത്, അതിപ്പോ ഈ സൗകര്യം പോലെ കൊണ്ടുപോകണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്ന് ചിന്തിക്കാനും എനിക്ക് നിങ്ങൾക്കും കഴിയും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഈ മനുഷ്യന്റെ ക്രിസ്തു സ്നേഹം പഠിപ്പിച്ചത് ഹല്ലേലൂയ അർത്ഥപ്രാണനായവനെ അതേ ആതുരാലയത്തിൽ എത്തിക്കുക. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കേണ്ടത് ഹല്ലേലൂയ, നമ്മുടെ മുമ്പിൽ എത്രയെത്ര അവസരങ്ങൾ, എത്രയെത്ര സാഹചര്യങ്ങൾ പ്രൈസ് ദി ലോർഡ് ഇതുപോലെ വരുമ്പോ പ്രൈസ് ദി ലോർഡ് അതിനനുസരിച്ച് പ്രതികരിക്കാൻ, കരുതുവാൻ, സ്നേഹിപ്പാൻ സ്വർഗത്തിൽ ദൈവം നമുക്ക് അവസരം തരുമ്പോ കണ്ണടച്ച് കളയരുത്. ഹല്ലേലൂയ. സ്വർഗത്തിൽ ദൈവം നമ്മെ എത്രത്തോളം, നമ്മുടെ ഒരു കൊച്ചു പെനിയായിരിക്കാം ദൈവം നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ തരുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഹല്ലേലൂയ സ്തോത്രം, സ്വർഗത്തിൽ ദൈവം ഇത്രത്തോളം നടത്തുവാൻ എന്ത് കഴിവാണ് എനിക്കുള്ള? ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വർഗത്തിൽ ദൈവം അത്ഭുതകരമായി എന്ന് വരെ നടത്തി. ഉപവാസത്തിലാണ്. ഹല്ലേലൂയ. ഉപവാസവും പ്രാർത്ഥനയൊക്കെ അനിവാര്യമാണ് കേട്ടോ. സ്വന്തം കൃപയാല് ഷുഗർ ഒന്നുമില്ല, അതുകൊണ്ട് 63 വയസ്സായിട്ടും ദൈവം അതൊന്നും അനുവദിക്കാൻ, ഉപവസിക്കാനും പ്രാർത്ഥിക്കാനുമാ. ഹല്ലേലൂയ. ഉപവാസത്തിന്റെ കണക്ക് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. സ്വത്രം, മഹത്വം ദൈവത്തിന്. 40 ദിവസം ഉപവാസം 25 പ്രാവശ്യം ഇരുന്നിട്ടുണ്ട്. സ്വത്രം. 21 ദിവസം ഉപവാസം 43 പ്രാവശ്യം ഇരുന്നിട്ടുണ്ട്. 7 3 എത്ര തരുന്നത്? ഇപ്പൊ 7 ആയിട്ടുണ്ട്. ഹല്ലേലൂയ. കൃപ തന്നാൽ ഹല്ലേലൂയ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. ഒരു ശകലം പവർ കുറഞ്ഞു തോന്നിയാൽ ദൈവസൻ ഇരിക്കണം, വചനം ധ്യാനിക്കണം, അത് പ്രാപിക്കണം. അന്ധകാര ശക്തിയുടെ വെല്ലുവിളികളെ അത് വെട്ടി മാറ്റണം. പ്രൈസ് ദി ലോർഡ്. ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന സഭ എന്ന് പറഞ്ഞാൽ 6 മാസം അടച്ചിട്ട സഭയാണ്. സ്തോത്രം. കാരണം ഉദ്ദേശിയെ ഹോളിലോട്ട് കയറ്റാതെ വണ്ണം സഹോദരിമാർ വാതിക്കൽ കാവലിരുന്ന് കയറ്റാതെ 6 മാസം അടച്ചിട്ട് ഞങ്ങളുടെ ഡിസ്ട്രിക്ട് അത് ബാൻ ചെയ്ത് നിർത്തി. ചോദിച്ചു, പോകാമോ? ഞാൻ പറഞ്ഞു, പോകാം. പ്രൈസ് ദി ലോർഡ്. ഉപവാസവും പ്രാർത്ഥനയും ആരംഭിച്ചു. ദൈവമക്കളെ, പ്രശ്നക്കാരൊക്കെ തന്നെ പുറത്തുപോയി, പുതിയ കുടുംബങ്ങൾ വന്നു. 14 വർഷമായി സ്നാനപ്പെടാത്ത സ്ഥലത്ത് 6 പേര് സ്നാനപ്പെട്ടു. സ്തോത്രം. സ്വർഗത്തിൽ ദൈവം ആരാധന ശക്തമാക്കി. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. ഉപവസിച്ചാൽ, പ്രാർത്ഥിച്ചാൽ, ദൈവത്തിന്റെ പ്രകാരം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ക്രമീകരിച്ചാൽ ഏത് വെല്ലുവിളികളെയും ജയിക്കാൻ കഴിയും. ഇവിടെ ഇരിക്കുന്ന പല പ്രിയപ്പെട്ടവരും ദൈവവേലയ്ക്ക് വിളിയുള്ളവരാ. സ്തോത്രം. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരാ. ഈ ദിവസങ്ങൾ ദൈവമക്കളെ പ്രതിസന്ധികളെ മുമ്പിൽ കണ്ടുകൊണ്ട് ഭാരപ്പെടുകയല്ല. കർത്താവേ, ഇതിനെ ജയിക്കാൻ എനിക്കൊരു കൃപ വേണം. ഹല്ലേലൂയ. അത് നമ്മൾ ചോദിക്കുമെങ്കിൽ നിശ്ചയമായിട്ടും ശക്തമായി നമ്മളെ ഉപയോഗിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നോക്കണമേ,
ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ടെങ്കിലും ഞാൻ പെട്ടെന്ന് ചുരുക്കുക. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളോട് ക്രമീകരിക്കാനുണ്ടല്ലോ. അത് 9 മണി വരെ ഞാൻ നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ആ ടൈമിൽ തന്നെ ഞാൻ നിർത്താൻ ആഗ്രഹിക്കുക. ഇന്ന് രാത്രി എന്നെ ചിന്തിപ്പിച്ച ഈ ശക്തമായ ചിന്ത, ഞാനിത് ഈ ഭാഗം ചിന്തിക്കുമ്പോൾ ഞാൻ ചില സമയത്ത് കോരിത്തരിച്ചുകൊണ്ട്, കർത്താവേ ഹല്ലേലൂയ, ഞാൻ എത്രത്തോളം വലിയ എൻ്റെ ഭാഗം ഏണ്ടൊക്കെ നല്ലതാണെന്ന് ധരിച്ചിരുന്ന സമയത്ത് എനിക്ക് എവിടേക്കോ കുഴപ്പമുണ്ട്, എനിക്ക് എവിടേക്കോ കുറഞ്ഞറിയാം. യെശയ്യാവിനെ പറ്റി എന്താ സ്തോത്രം, അതുവരെ വാ തുറന്ന് വിളിച്ചു പറഞ്ഞ ദൂതൊക്കെ എന്താണ്? ഹല്ലേലൂയ, അത് നിന്റെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ വഴിത്തിരിക്കുന്ന ഞെക്കി കഴിയില്ല, വെച്ച് കെട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ അതിശക്തമായ ദൂത് പറഞ്ഞ യെശയ്യാവ് ആരാധന കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എവിടേക്കോ എനിക്ക് കുഴപ്പമുണ്ട്, എൻ്റെ ആദരം കുഴപ്പമുള്ളത്, ഈ ദൂത് പറഞ്ഞ എൻ്റെ ആദരം കുഴപ്പമുള്ളതാ. സ്തോത്രം. അത് പരിഹരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു പുതിയ ദൗത്യത്തിലേക്ക് വന്നത്. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? അത് യെശയ്യാവിന്റെ ഉള്ളിലേക്ക് പകർന്നൊരു ട്രാൻസ്ഫോർമേഷനാ. അത് നമുക്ക് ക്രിസ്തുവിൻ്റെതായി നമ്മൾ വ്യാഖ്യാനിക്കുമ്പോഴും യെശയ്യാവ് ഏറ്റെടുത്ത നമ്മളെ കാണിക്കുന്നത്. ഇന്ന് രാത്രി ദൈവപൈതലേ ഹല്ലേലൂയ, ദൈവത്തിന് പുതിയ നിയോഗം, പുതിയ അനുഭവങ്ങൾ ഈ 2026 ആണ്ടിൽ സ്വർഗത്രതയും ചില പുതിയ നിയോഗങ്ങൾ നമുക്ക് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുമ്പോ, അല്ലെങ്കിൽ ഇതുവരെ പലതും അതേ നഷ്ടപ്പെട്ടു പോയി, ഇനി എനിക്ക് എഴുന്നേക്കാൻ കഴിയില്ല, അതേ ശരീരത്തിന് ക്ഷീണമുണ്ട്, രോഗമുണ്ട്, പ്രതിസന്ധി ഉണ്ട്, ഇതിലൊക്കെ ഞാൻ ഇനി എങ്ങനെ മുന്നോട്ട് പോകാനാ, ഇത്രയും പ്രായമായില്ലേ, അതേ സാഹചര്യങ്ങൾ മോശമാണ് എന്ന് പറഞ്ഞിരിക്കുമ്പോഴും ഇന്ന് രാത്രി എനിക്ക് പറയാൻ ഒരു ദൂതുണ്ട്. ശൗല് ഹല്ലേലൂയ അതേ ബോധം കൊണ്ട് ആ കരുവേലകത്തിന്റെ കീഴിലിരിക്കുമ്പോ അതേ യോനാഥാൻ ഒരു തീരുമാനം എടുത്തു. വരുന്നിടത്ത് വെച്ച് കാണും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവരെടുത്ത തീരുമാനം, അതേ ശത്രു ഞങ്ങളെ കാണുമ്പോ കേറി വരുന്നടാ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ ദൈവം നിയോഗിച്ചു. അപ്പൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ദൂതിന് വേണ്ടി. ഹല്ലേലൂയ. അവര് യോനാഥാനും ശിഷ്യനും കൂടെ അള്ളിപ്പിടിച്ച് കേറി ഒരു കാണി നിലത്തിൽ 20 പേരെ വെട്ടി സകലം ചിതറി ഓടി. നോക്കണം, ചില വർഷങ്ങളായിട്ട് ആധിപത്യം പുലർത്തുന്ന ചില വെല്ലുവിളികളെ നിമിഷ നേരങ്ങൾ കൊണ്ട് അത് പലായനം ചെയ്യിച്ച് വിജയം നേടിത്തരുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ദൈവപൈതലേ, നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് മീതെ, ആത്മീയ അനുഭവങ്ങൾക്ക് മീതെ, കുടുംബങ്ങൾക്ക് മീതെ, തലമുറകൾക്ക് മീതെ, അവരുടെ അനുഗ്രഹത്തിന് മീതെ ആധിപത്യം വെല്ലുവിളിക്കുന്ന സകല പരിസ്ഥിതി ശക്തികളെയും അതേ പലായനം ചെയ്യിക്കുന്ന ഒരു പുതിയ അനുഭവം ഈ ദിവസങ്ങളിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിന് നമുക്ക് ഈ ഒരു ടു ഫോൾഡിംഗ് ലിവിംഗ് സ്റ്റൈൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ദൈവത്തോട് മാത്രം ബന്ധം പോരാ. നമുക്ക് കുറവുകൾ എവിടൊക്കെ പരിഹരിക്കണമോ, എവിടൊക്കെ ക്രമീകരിക്കണമോ അതെല്ലാം ക്രമീകരിച്ചുകൊണ്ട് കൃപയിൽ നിന്നുകൊണ്ട് ശക്തമായ ഒരു ശുശ്രൂഷ ഈ 2026 അത് ചെയ്തെടുക്കുവാനും പ്രയോജനപ്പെടുവാനും സ്വർഗത്രതയും കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, അനുഗ്രഹിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. എനിക്ക് അവസരം തന്ന ദൈവദാസിക്കും കുടുംബത്തിനും അവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ നന്ദി അറിയിക്കുന്നു. എന്നെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.